നമസ്കാരം. മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുൻ അടക്കം 3 പേർക്കായുള്ള ഷിരൂരിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ മടങ്ങിയതോടെ ഷിരൂർ ദൗത്യം ഇനി എങ്ങനെയെന്ന ചോദ്യം ഉയരുകയാണ്. അതേസമയം നിലവിൽ ആശയക്കുഴപ്പമൊന്നുമില്ലെന്നും നാവികസേന നാളെ മുതൽ തെരച്ചിലിന്റെ ഭാഗമാകുമെന്നും ജില്ലാ കളക്ടറും സ്ഥലം MLAയും വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഈശ്വർ മാൽപ്പയ്ക്കെതിരെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയത്. മാൽപ്പെ എല്ലായ്പ്പോഴും ഭരണകൂടത്തെ കുറ്റം പറയുകയാണെന്നും ഫേസ്ബുക്കിലും യൂട്യൂബിലും ആരാധകരെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും MLA ആരോപിച്ചു. വെള്ളത്തിൽ മുങ്ങിയുള്ള തെരച്ചിലിന് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് മൽപ്പയും സംഘവും മടങ്ങിയത്. ഇനി ഷിരൂരിലേക്ക് ഇല്ലെന്നും ഉടുപ്പിയിലേക്ക് മടങ്ങുകയാണെന്നും അറിയിച്ച മൽപ്പെ അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തിരുന്നു. കാർവാർ SP നാരായണ മോശമായി സംസാരിച്ചുവെന്നും ഡ്രഡ്ജർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ല എന്നതുമടക്കം ആരോപിച്ചാണ് മൽപ്പെ ദൗത്യം അവസാനിപ്പിച്ചത്. പോലീസ് താൻ ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധിക്കുന്നത് തടയുകയാണെന്നും അതിനാൽ മടങ്ങുകയാണെന്നും ഈശ്വർ മൽപ്പെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അധികം ഹീറോ ആകേണ്ടെന്ന് പോലീസ് എന്നോട് പറഞ്ഞു. തെരച്ചിൽ വിവരങ്ങൾ ആരോടും പറയരുതെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ വരുമെന്നും ഈശ്വർ മൽപ്പെ വ്യക്തമാക്കി. മോശമായ ഫോൺ സംഭാഷണം തന്റെ സംഘത്തിലുള്ളവരും കേട്ടു. നീ വലിയ ഹീറോ ആകേണ്ട എന്ന തരത്തിൽ സംസാരിച്ചുവെന്നാണ് ഈശ്വർ മൽപ്പെ പറയുന്നത്. ഒരു പൈസ പോലും വാങ്ങാതെ തിരച്ചിൽ ഇറങ്ങുന്നത് ഹീറോ ആകാൻ വേണ്ടിയല്ല, അതിനാൽ ഹീറോ ആകാനില്ല, ഞാൻ പോവുകയാണെന്ന് അധികൃതരോട് പറഞ്ഞു. ഡ്രഡ്ജർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനമല്ല ഉണ്ടായത്. 15 ദിവസം ദൗത്യത്തിന്റെ ഭാഗമായതിനാൽ ഏത് സ്ഥലത്ത് തെരച്ചിൽ നടത്തണമെന്ന ധാരണയുണ്ട്. അതിന് തടസ്സം നിന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. തൽക്കാലം വീട്ടിലേക്ക് പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. അർജുന്റെ അമ്മ അടക്കമുള്ളവരുടെ മാപ്പ് പറയുന്നുവെന്നും ഈശ്വർ മൽപ്പെ പറഞ്ഞു. MLA മാത്രമാണ് പിന്തുണ നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കി പരിശോധന നടക്കുമ്പോൾ അതിന് സമീപത്തായി വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്താനാവില്ല എന്നായിരുന്നു പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിലപാട്. അതുകൂടാതെ ഡ്രഡ്ജർ എത്തിച്ച ഗോവയിലെ കമ്പനി ഒരു ഡൈവറെയും ഷിരൂരിൽ എത്തിച്ചിരുന്നു. സർക്കാർ നിയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങൾ മാത്രം അർജുൻ ഉൾപ്പെടെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി തിരച്ചിൽ നടത്തിയാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മൽപ്പയുടെ മടക്കം. ഷിരൂർ ജില്ലാ ഭരണകൂടവും അർജുന്റെ കുടുംബത്തിന് വേണ്ടി തെരച്ചിലിറങ്ങിയ മൽപ്പയുടെ സംഘവും തമ്മിൽ തുടക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഉടുപ്പി സ്വദേശിയായ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ അർജുൻ ദൗത്യത്തിൽ സ്വമേധയാ പങ്കാളിയായതാണ്. ഇന്നലെയും ഇന്നും നദിയിലേക്ക് ഇറങ്ങിയ മാൽപ്പയാണ് അർജുന്റെ ലോറിയിലെ മരങ്ങളടക്കം കണ്ടെത്തിയത്. മറ്റൊരു ലോറിയുടെ ഭാഗവും സ്കൂട്ടറും നദിക്കടിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ജില്ലാ ഭരണകൂടവും പോലീസും സഹകരിക്കുന്നില്ലെന്നാണ് ഈശ്വർ മൽപ്പെ തുറന്നടിക്കുന്നത്. വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചതാണ് ജില്ലാ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചതെന്ന് മാൽപ്പെ ആരോപിച്ചു. ഇനി ഷിരൂരിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇന്ന് ഒരു സ്കൂട്ടർ നദിയിൽ കണ്ടെത്തിയിരുന്നു. അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. അതിനൊപ്പം അർജുന്റെ ലോറിയിൽ നിന്നുള്ള തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി. നദിക്കടിയിൽ നിന്നും ഇനിയും വണ്ടി കിട്ടുമെന്ന് കരുതുന്നു. അർജുന്റെ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു, പക്ഷേ മടങ്ങുകയാണ്. അധികൃതരോട് വഴക്ക് കൂടി നിൽക്കാൻ വയ്യ. അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു. വഴക്ക് കൂടി ദൗത്യം നിർവഹിക്കാനാകില്ലെന്നും ഈശ്വർ മൽപ്പെ വ്യക്തമാക്കി. മണ്ണിടിച്ചിലിൽ കാണാതായ ലോറിയുടെ ഭാഗങ്ങൾ ശനിയാഴ്ച ഗംഗാവലി പുഴയിൽ നടന്ന തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു. ഇവ പുറത്തെടുത്ത് പരിശോധിച്ചതിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് ഉടമ മനാഫ് വ്യക്തമാക്കിയിരുന്നു. 9 മണിക്കൂർ നീണ്ട തെരച്ചിലിനിടെ 2 ടയറുകളും ലോറിയുടെ ചില ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലായിരുന്നു 2 ദിവസവും തെരച്ചിൽ നടന്നത്. 8 തവണയിലേറെ മുങ്ങിയ മാൽപ്പെ ആദ്യം ടയറുകളും പിന്നീട് ലോറിയുടെ ഭാഗങ്ങളും കണ്ടെത്തി. ഇവ ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി പുറത്തെടുത്തു. സ്റ്റിയറിംഗും ക്ലച്ചും 2 ടയറിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. നാവികസേന നിർദ്ദേശിച്ച 3 പ്രധാന പോയിന്റുകളിലാണ് തെരച്ചിൽ നടത്തിയത്. കാർവാറിൽ നിന്നെത്തിയ ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് തെരച്ചിൽ. മാൽപ്പെ മുങ്ങി നടത്തിയ തെരച്ചിലിന്റെ വീഡിയോകൾ അദ്ദേഹം തന്നെ ചിത്രീകരിക്കുകയും അത് അർജുന്റെ ബന്ധുക്കളെയും ദൗത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ കാണിക്കുകയും ചെയ്തു. അർജുന്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ലോറി ഉടമ മനാഫും സ്ഥലത്തുണ്ട്.